ഈ വിഷയത്തിൽ നമുക്കറിയാം സർക്കാരിനെ പല ഘട്ടങ്ങളിലും പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ പിന്തുണച്ചിരുന്ന പലരും ഈ വിഷയത്തിൽ ഈ കേസിന്റെ കാര്യത്തിൽ സർക്കാരിനെ എതിർത്ത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ രംഗത്ത് വരുന്നത് നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടതാണ്. അങ്ങനെ ഈ വിഷയത്തിൽ ഇത്തരം വിമർശനങ്ങൾ നിൽക്കെയാണ് വനം വകുപ്പ് വേടനെതിരെ കടുത്ത നിലപാട് ഇന്നും സ്വീകരിച്ചത്. ഒന്ന്, രാജ്യം വിട്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു, തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മാനേജറെ ചോദ്യം ചെയ്യണമെന്ന് പറയുന്നു. ഈ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതും അത് നോക്കുന്നതും മാനേജരാണ്, അതുകൊണ്ട് അവരെ ചോദ്യം ചെയ്താലേ ഇതിൻ്റെ ഉറവിടം കണ്ടെത്താൻ കഴിയുമെന്ന് പറയുന്നു. ഈ രഞ്ജിത്ത് കുമ്പിടി എന്നയാൾ ഈ മാല നൽകി, അപ്പോൾ അയാളെ പറ്റി അന്വേഷിക്കണം, ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതൊക്കെ ഉള്ളതുകൊണ്ട് കസ്റ്റഡിയിൽ വേണം എന്നാണ് ഇന്നും വനംവകുപ്പ് പറഞ്ഞത്. അക്കാര്യത്തിൽ ഒരു നിലപാട് കടുത്തത് തന്നെയാണ്. ഇപ്പോൾ രാജ്യം വിട്ടു പോകാൻ സാധ്യതയുണ്ട്, തെളിവ് നശിപ്പിക്കും എന്നൊക്കെ പറയുന്നത് ഗൗരവമുള്ള ഒരു ആരോപണമാണ്. ഇപ്പോൾ കസ്റ്റഡിയിൽ ഇൻട്രോഗേഷൻ കഴിഞ്ഞു, തെളിവെടുപ്പ് പൂർത്തിയായി, അപ്പോൾ വീണ്ടും ഈ കസ്റ്റഡിയിൽ വെക്കേണ്ടതില്ല എന്നൊരു നിലപാട് വേണമെങ്കിൽ വനംവകുപ്പിന് സ്വീകരിക്കാവുന്നതാണ്. അന്വേഷണവുമായി വേടൻ സഹകരിക്കുന്നുണ്ടെന്ന് വനംവകുപ്പ് തന്നെ പറയുന്നു. ആ ഒരു പശ്ചാത്തലത്തിലും വനംവകുപ്പ് ഇന്ന് സ്വീകരിച്ച കടുത്ത നിലപാടിന് എങ്ങനെയായിരിക്കും അതിനെ ന്യായീകരിക്കാൻ കഴിയുക? അതിലെന്ത് വിശദീകരണമായിരിക്കും വനം വകുപ്പ് നൽകുക? അതിൽ എന്താണ് ഇന്ന് കോടതിയിൽ ആ വിഷയത്തിൽ സംഭവിച്ചത്? വിജയകുമാർ, ഈ കേസ് എടുത്ത പശ്ചാത്തലത്തിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കം വലിയ വിമർശനങ്ങൾ, ഒരുപക്ഷെ CPM-നെ അനുകൂലിക്കുന്ന ആളുകൾ പോലും കടത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു വനംവകുപ്പിനെതിരെ. പ്രത്യേകിച്ച് ഇന്ന് PV ശ്രീനിജൻ അടക്കമുള്ള ആളുകൾ അത്തരത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. വേടനെ വേട്ടയാടുകയാണ്, ഇത്തരത്തിലുള്ള നരേറ്റീവ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വനംവകുപ്പ് കേസെടുക്കുകയും പിന്നീട് തുടരന്വേഷണവുമായൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. തെളിവെടുപ്പ് വനംവകുപ്പ് വളരെ ഗുരുതരമായ സ്വഭാവമുള്ള ഒരു കേസാണിത്. വേടന് 3 മുതൽ 7 വർഷം ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ, മൃഗവേട്ട അടക്കം ചുമത്തിയിട്ടുണ്ട് തുടങ്ങിയ ന്യായീകരണങ്ങളൊക്കെ അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തു. പിന്നീട് അതിൽ നിന്ന് അവർക്ക് പിന്നോട്ട് പോകുക അവരെ സംബന്ധിച്ചിടത്തോളം സാധ്യമായ കാര്യമല്ല. ഒരുപക്ഷെ ആ ഒരു പശ്ചാത്തലത്തിലായിരിക്കാം ഈ ജാമ്യ ഹർജിയെ അവർ പൂർണ്ണമായും എതിർക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതോടൊപ്പം തന്നെ അന്വേഷണം പ്രാരംഭ ഘട്ടത്തിൽ മാത്രമാണുള്ളത്. ഇനി കൂടുതൽ പേരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വേടന്റെ മാനേജറാണ് എന്ന് വനംവകുപ്പ് പറയുകയും ചെയ്യുന്നു. അങ്ങനെ വേടൻ പുറത്തിറങ്ങിയാൽ ഒരുപക്ഷെ ഈ തുണ്ടി മുതൽ അല്ലെങ്കിൽ അത്തരം വസ്തുക്കൾ ഇത് എവിടെ നിന്ന് ലഭിച്ചു, ആ കാര്യങ്ങളൊക്കെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വനംവകുപ്പ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ വേടന് വിദേശത്ത് ഒരുപാട് പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരാളാണ് എന്ന് വനംവകുപ്പ് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇയാൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നീട് കസ്റ്റഡിയിലൊക്കെ വേണമെങ്കിൽ അല്ലെങ്കിൽ അന്വേഷണത്തോട് സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ വരാതിരിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് വനംവകുപ്പ് വേടന്റെ ജാമ്യ ഹർജിയെ പൂർണ്ണമായും എതിർത്തത്. പക്ഷേ അത് കോടതി മുഖവിലേക്ക് എടുത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം വനംവകുപ്പ് തന്നെ നേരത്തെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ അന്വേഷണം ഈ പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട് എന്നൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലം, അതോടൊപ്പം തന്നെ ഇയാൾക്ക് മുൻപ് ഇത്തരത്തിൽ സമാനമായ കുറ്റങ്ങൾ ഇല്ല എന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ മൃഗവേട്ടയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വകുപ്പ്, അതായത് മൃഗവേട്ട വകുപ്പ് പ്രധാനമായി നിലനിൽക്കുന്നത് കാട്ടിൽ കയറി മൃഗങ്ങളെ, വന്യജീവികളെ ഇത്തരത്തിൽ വേട്ടയാടി പിടിച്ച് അതുങ്ങളെ ഉപദ്രവിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ആ വകുപ്പ് ആണ് വേട്ടനെതിരെ ചുമത്തിയിരിക്കുന്നത്. പക്ഷെ അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രാഥമിക തെളിവ് നിലവിൽ വനംവകുപ്പിന്റെ കയ്യിലില്ല. കാരണം ഇത് ഇയാൾക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇയാൾ ഇത്തരത്തിൽ കാട്ടിൽ പോയതുമായി ബന്ധപ്പെട്ടോ വേട്ട നടത്തിയതുമായി ബന്ധപ്പെട്ടോ ഒരു തെളിവുകളും വനംവകുപ്പിന്റെ പക്കൽ ഇപ്പോൾ ഇല്ല. ഇനി അത് സമാഹരിക്കേണ്ടിയിരിക്കുന്നു. അതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ കോടതിയുടെ ഈ നിലപാട്. വളരെ വിശദമായൊരു ഓർഡറാണ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ആ ഓർഡറിന്റെ ഡീറ്റെയിൽസ് അല്പസമയത്തിനകം തന്നെ ലഭ്യമാകുകയും ചെയ്യും. വേടനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസമാണ്. കാരണം നേരത്തെ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട പിടിയിലാകുന്ന ഘട്ടത്തിൽ ജാമ്യം ലഭിച്ചു. 6 ഗ്രാം കഞ്ചാവുമായി ബന്ധപ്പെട്ട ജാമ്യമൊക്കെ ലഭിച്ചെങ്കിലും പിന്നീട് ഈ വനം വകുപ്പിന്റെ കേസ് ഒരു അപ്രതീക്ഷിത കേസായിരുന്നു. വളരെ ക്വിക്കായിട്ടുള്ളൊരു ഇടപെടലായിരുന്നു വനം വകുപ്പിന്റെ ഭാഗത്തും പോലീസിന്റെ ഭാഗത്തും ഉണ്ടായത്. ഈ കഞ്ചാവ് കേസ് പിടികൂടുന്നതിന് അന്ന് രാത്രി തന്നെ വനം വകുപ്പ് വേടനെ കസ്റ്റഡിയിലെടുക്കുകയാണ്. ഇത് പുലിനഖമാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് ആ ഒരു സാഹചര്യം കൂടി വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നു. വളരെ ക്വിക്കായി, സാധാരണഗതിയിൽ ഇത്തരം പരാതികളൊക്കെ വരുമ്പോൾ വനംവകുപ്പ് ഇത്ര ക്വിക്കായി ആക്ട് ചെയ്യാറുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെ മറുപടി പറയേണ്ടി വരും. പക്ഷേ വേടന്റെ കാര്യത്തിൽ വളരെ ക്വിക്കായി വനംവകുപ്പ് ആക്ട് ചെയ്തു. അതോടൊപ്പം തന്നെ അതിന്റെ തെളിവെടുപ്പ് നടത്തുന്ന നടപടിയിലേക്കൊക്കെ വനംവകുപ്പ് പോകുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ പക്ഷേ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന തെളിവുകൾ പ്രത്യേകിച്ച് ഈ മൃഗവേട്ട വകുപ്പുമായി ബന്ധപ്പെട്ട് ഹാജരാക്കാനായിട്ടില്ല. പിന്നീട് ഇത് പുലിപ്പല്ലാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കേണ്ടതുണ്ട്. ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ നേരാൽ കണ്ടു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ശാസ്ത്രീയമായി ഇത് തെളിയിക്കേണ്ടതുണ്ട്. വേടൻ പറഞ്ഞ വാദം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു സാധാരണക്കാരന് ഇത് പുലിപ്പല്ലാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ എങ്ങനെയാണ് മനസ്സിലാക്കാൻ? അത് വളരെ സ്വാഭാവികമായ ഒരു ചോദ്യമാണ്. ആ ചോദ്യം അടക്കം ഉന്നയിച്ചുകൊണ്ടാണ് വേടൻ ജാമ്യാപേക്ഷ നൽകിയത്. അതെല്ലാം കോടതി ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കർശനമായ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാകും. പാസ്പോർട്ട് അടക്കം ഹാജരാക്കണമെന്ന് ആവശ്യപ്പെടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
യെസ്, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ജാമ്യാപേക്ഷയിൽ കോടതിയുടെ ഉത്തരവുണ്ടായിരിക്കുന്നു, അതിന്റെ പകർപ്പ് പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തൊക്കെയാണ് കോടതി അതിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്, എന്തൊക്കെയാണ് ഉപാധികൾ എന്നതൊക്കെ ആ ഘട്ടത്തിലെ അറിയൂ. എന്തായാലും ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ജാമ്യാപേക്ഷയെ അതിശക്തമായി തന്നെ വനം വകുപ്പ് കോടതിയിൽ എതിർത്തു. ആ എതിർപ്പ് നിരാകരിച്ചുകൊണ്ടാണ്, അവഗണിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ വേടന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് എന്നത് സംബന്ധിച്ച് കോടതി ഉത്തരവിൽ വ്യക്തമാക്കും. വേടൻ മുൻപ് സമാനമായ കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യം കോടതി ചോദിച്ചിരുന്നു. അതുപോലെ ഇത് യഥാർത്ഥ പുലിനഖം അല്ലെങ്കിൽ പുലിപ്പല്ല് എന്നൊക്കെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും എന്ന് വേടൻ്റെ അഭിഭാഷകൻ ചോദിച്ചു. തന്നെയുമല്ല, ഇതിൻ്റെ ശാസ്ത്രീയ പരിശോധന നടത്തി ഇത് പുലിപ്പല്ലാണെന്ന് ഇനിയും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെ റിസൾട്ടൊക്കെ വരാനിരിക്കുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു പക്ഷേ വിചാരണ കോടതി പരിഗണിച്ചിട്ടുണ്ടാകും. എന്തായാലും ജാമ്യം ലഭിച്ചിരിക്കുന്നു. വനം വകുപ്പിൻ്റെ അതിശക്തമായ എതിർപ്പ് വനം വകുപ്പ് ഉയർത്തി. അതിനെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് കോടതി വേടന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്ന പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ വരുന്നത്.